അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുമുള്ള ഒരു ക്ലാസ് ആണ് എടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് their interior angles, triangles can be classified into three. ഏതൊക്കെയായിരുന്നു? acute triangle, obtuse triangle, right triangle അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഇനി നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. റൈറ്റ് ട്രയാങ്കിളിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് വൺ, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. Isosceles right triangle. Second one, scalene right triangle. Scalene right triangle. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്നും സ്കെയിലിംഗ് റൈറ്റ് ട്രയാങ്കിൾ എന്നും. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം, റൈറ്റ് ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? എന്താണ് ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? സമപാർശ്വ ത്രികോണം അല്ലെ? സമപാർശ്വ ത്രികോണം എന്താണ്? രണ്ട് സൈഡ്സും ഈക്വൽ ആകണം, രണ്ട് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആകണം. ഇനി റൈറ്റ് ട്രയാങ്കിൾ ആകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റീരിയർ ആംഗിൾ എക്സാക്ട്ലി 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കോൺ ബി എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലെ? ഇനി ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഐസോസെലസ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആകണം, രണ്ട് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആകണം. അപ്പൊ ഞാൻ ഈ ഒരു ബി സി എന്ന് പറയുന്ന സൈഡ് എ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ബിയും എ അല്ലെ? കാരണം എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ബി സി എ ആണെങ്കിൽ എ ബിക്ക് മാത്രമേ എ ആകാൻ പറ്റത്തുള്ളൂ. എ സി എ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താ? എ സി എന്ന് പറഞ്ഞാൽ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ് ആണ് അല്ലെ? അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതൊരിക്കലും ഈ ബേസിന് ഈക്വൽ ആകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് ബേസ് എ ആയിട്ട് എടുത്തുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡും എ ആയിട്ട് എടുത്തു. ഇനി അടുത്ത എന്താണ്? രണ്ട് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആകണം. ഇവിടെ കോൺ ബി 90 ഡിഗ്രി ആണ്. അങ്ങനെ കോൺ എയും സിയും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ എത്ര വീതം വരണം? 45 ഡിഗ്രി വീതം വരണം. ഓക്കെ, അപ്പൊ എയും 45 ഡിഗ്രി, സിയും 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ മനസ്സിലായോ? നമ്മളിവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എടുത്തത് വിത്ത് കോൺ ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ? അപ്പൊ ഇനി ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആകണമായിരുന്നു, അതുപോലെ രണ്ട് സൈഡ്സും ഈക്വൽ ആകണമായിരുന്നു. അപ്പൊ ഇവിടെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു നമ്മൾ എ എടുത്തു, അതുപോലെ കോൺ എയും കോൺ സിയും 45 ഡിഗ്രി വീതം എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് അതിവിടെ എഴുതി വെക്കാം. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി എന്താണ്? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എന്താണ്? എ അല്ലെ? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ അല്ലെ? അതുപോലെ കോൺ ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അതുപോലെ കോൺ ബി എ സി അല്ലെങ്കിൽ കോൺ എ എന്താണ്? കോൺ എ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്, which is equal to കോൺ സി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള അംശം എന്താണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്? സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ. അത് നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ഇവിടെ രണ്ട് സൈഡ്സ് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ, മൂന്നാമത്തെ സൈഡ് നമുക്ക് അറിയില്ല. ആദ്യം എന്ത് വേണം? ഈ എ സി എന്ന്
സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, നമുക്കത് ചെയ്യാം. നോക്കൂ, അതിനായിട്ട് പൈതഗോറസ് തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലേ? ആ ഒരു തിയറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ പൈതഗോറസ് തിയറം, ബൈ പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം. നോക്കൂ, AC square is equal to എന്താണ്? BC square plus AB square അല്ലേ? BC square plus AB square അല്ലേ? പൈതഗോറസ് തിയറം AC square equal to BC square plus AB square which is equal to, നമുക്കറിയാം BC എത്രയാണ്? A ആണ്, AB യും A ആണ്. ഓക്കെ, അപ്പോൾ BC ക്ക് വരെ ഞാൻ A കൊടുക്കുന്നു, A square plus A square. BC A ആണ്, AB യും A ആണ്. which is equal to എത്ര വരും? 2A square അല്ലേ? 2A square. അപ്പൊ നോക്കൂ, AC square equal to എത്രയാണെന്ന് കിട്ടി? 2A square എന്ന് കിട്ടി. Therefore AC equal to എന്താണ്? root of 2A square which is equal to, ഞാൻ ഇനി A square റൂട്ടിന് വെളിയിൽ എടുക്കുക. അപ്പൊ എന്താകും? A ആകും അല്ലേ? അപ്പൊ ഈ റൂട്ട് 2 മാത്രം വരും, റൂട്ട് 2A. കണ്ടോ? അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ബൈ പൈതഗോറസ് തിയറം AC square equal to BC square plus AB square ആണ്, which is equal to BC A ആണെന്നറിയാം, A square plus AB A ആണ്, A square which is equal to 2A square. AC square equal to 2A square. Therefore AC equal to root of 2A square അല്ലേ? അപ്പോൾ A square ഞാൻ റൂട്ടിന് വെളിയിൽ എടുത്തപ്പോൾ എന്തായി? A ആയി. അപ്പോൾ റൂട്ട് 2 മാത്രം വന്നു. Therefore AC equal to root 2A. അപ്പോൾ AC യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 2A എന്ന് കിട്ടി. കണ്ടോ? AC യുടെ വാല്യൂ എന്ത് കിട്ടി? റൂട്ട് 2A എന്ന് കിട്ടി. which is equal to, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാനിത് മാച്ച് കളയുന്നത്. ഓക്കെ, റൂട്ട് 2A എന്ന് കിട്ടി. കണ്ടോ? ഇനി എന്താണ്? AC ആണ് നമുക്ക് എന്ത് കിട്ടിയത്? റൂട്ട് 2A എന്ന് കിട്ടിയത് അല്ലേ? ഈ A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ് A എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ്? AC എന്താണ്? AC ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ AC ക്ക് പകരം ഞാൻ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതുന്നു. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത്? റൂട്ട് 2 ടൈംസ് ബേസ് അല്ലേ? റൂട്ട് 2 ടൈംസ് ബേസ് അല്ലെങ്കിൽ റൂട്ട് 2 ടൈംസ് ഓൾട്ടിറ്റ്യൂഡ്. ഞാൻ ഇവിടെ ബേസ് എന്ന് എഴുതി. ഓക്കെ, ബേസ് എഴുതിയാലും ഓൾട്ടിറ്റ്യൂഡ് എഴുതിയാലും ഒരുപോലെ വരും. ഓക്കെ, hypotenuse equal to root 2 base. Therefore base equal to base ഏതിന് ഈക്വൽ ആണ്? altitude ഈക്വൽ ആണ്. altitude equal to എന്ത് വരും? ഇവിടുത്തെ base equal എന്ത് വരും? ഈ root 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും അല്ലേ? root 2 ഇപ്പുറത്തുള്ളത് ഡിവൈഡ് ചെയ്യും. base equal to altitude equal to hypotenuse by root 2 അല്ലേ? അങ്ങനെയല്ലേ ഇവിടുന്ന് എഴുതാൻ പറ്റുന്നത്? base equal to hypotenuse by root 2. base equal to hypotenuse by root 2 എന്നാണ് ഇവിടുന്ന് എഴുതാൻ പറ്റുന്നത്. കാരണം ഇവിടെ ബേസ് മാത്രമാകുമ്പോൾ ഈ റൂട്ട് 2 എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്തേക്കുന്ന റൂട്ട് 2 ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്യാനാകും അല്ലേ? അങ്ങനല്ലേ ആവും? ഇൻറ്റു ചെയ്തേക്കുന്ന റൂട്ട് 2 ഇവിടെ ഡിവൈഡ് ചെയ്യാനാകും. ബേസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ റൂട്ട് 2. ബേസ് ഏതിന് ഈക്വൽ ആണ്? ഓൾട്ടിറ്റ്യൂഡിന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ബേസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ റൂട്ട് 2 എന്ന് എഴുതിയത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? നോക്കൂ, ആംഗിൾസ് 45 degree, 90 degree. Angles 45 degree, 90 degree ആയ ഒരു ത്രികോണത്തിന്റെ എതിർവശങ്ങളുടെ നീളത്തിന്റെ അംശബന്ധം അതാണ് പറയുന്നത്. ആംഗിൾസ് 45 degree, 90 degree ആയ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വശങ്ങളുടെ നീളത്തിന്റെ അംശബന്ധം എന്തായിരിക്കും? നോക്കൂ, A is to root 2A ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, ആംഗിൾസ് 45 degree, 90 degree ആയ ട്രയാങ്കിളിന്റെ എതിർവശങ്ങൾ നോക്കൂ. ആംഗിൾസ് 45 degree, 45 ഡിഗ്രിയുടെ എതിർവശം ഏതാണ്? A അല്ലേ?
നോക്കാം. അടുത്ത 45 ഡിഗ്രിയുടെ എതിർവശം ഏതാണ്? എ. കണ്ടോ? 90 ഡിഗ്രി ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് √2a. കണ്ടോ? അപ്പൊ ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ആയ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്തിന്റെ അംശബന്ധം എങ്ങനെയായിരിക്കും? a:√2a ആയിരിക്കും. ഇനി ഞാൻ മൊത്തത്തിൽ ഒരു a കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താ വരും? 1:1:√2. കണ്ടോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ആയ ഒരു ത്രികോണത്തിന്റെ എതിർവശങ്ങളുടെ ലെങ്തിന്റെ അംശബന്ധം എങ്ങനെയായിരിക്കും? 1:1:√2 ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഒരു ഫിഗർ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അല്ലെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ കാര്യം എന്താണ് മനസ്സിലാവത്തുള്ളൂ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ കേട്ട് പഠിച്ചാല് അത് ഒന്നും പിടികിട്ടത്തില്ല. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, ചെയ്ത് പഠിക്കുവാണ് വേണ്ടത്. അപ്പൊ സെക്കൻഡ് വൺ ആണ് സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിൾ, അല്ലെ? സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിൾ. സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിൾ. ഒരു സ്കെയിലിൻ ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 3 സൈഡ്സും ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ 3 ഇന്റീരിയർ ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? പിന്നെ റൈറ്റ് ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോ നമ്മുടെ സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള ലെങ്തിന്റെ അംശബന്ധം ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വെച്ചിട്ടാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ സ്കെയിലിൻ റൈറ്റ് ട്രയാങ്കിളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്താണ്? ഒരു ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആകണമെന്നുണ്ടെങ്കിൽ 3 സൈഡ്സും ഈക്വൽ ആകണം, അതുപോലെ തന്നെ 3 ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഓരോ ഇന്റീരിയർ ആംഗിളും എത്ര വീതം വന്നപ്പോൾ 60 ഡിഗ്രി വരണം. കാരണം ഇന്റീരിയർ ആംഗിൾസ് 3 കൂടി സം ചെയ്യുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനിവിടെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെയാണ് വരയ്ക്കുന്നത്, അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പൊ എന്തായാലും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, നെയിം ചെയ്യുന്നു ABC. ഓക്കെ, ABC എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. അങ്ങനെയാണ് ഈ ഒരു സൈഡ് 2a എന്ന് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? 2a ആയിരിക്കും, അല്ലെ? 2a. പിന്നെ ഓരോ ആംഗിളും 60 ഡിഗ്രി. 60 ഡിഗ്രി again 60 ഡിഗ്രി. നോക്കൂ, അപ്പൊ നമുക്ക് A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും BC യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോ A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് BC യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ഈ പെർപെൻഡിക്കുലർ BC എന്ന് പറയുന്ന ലൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഞാൻ D എന്ന് നെയിം ചെയ്തു. ഓക്കെ, A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് BC യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ BC യെ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ D എന്ന് നെയിം ചെയ്തു. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ BD ഈക്വൽ ടു എന്തായിരിക്കും? BD ഈക്വൽ ടു DC ആയിരിക്കും. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. such that BD equal to DC ആയിരിക്കും. ഓക്കെ, നോക്കൂ, അപ്പൊ ഈ A എന്ന് പറയുന്ന വെർട്ടെക്സിലെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ ആ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ എത്ര വീതമായി? നമുക്കിവിടെ ഈ ABC എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറി. നോക്കൂ, ഈ ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് കിട്ടി. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABD യും ട്രയാങ്കിൾ ACD യും, അല്ലെ? 2 ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ ABD യും
എ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി ഇപ്പൊ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ആയി. എങ്ങനെയായി? ഇവിടെ 30 ഡിഗ്രി ഇവിടെ ആയി, 30 ഡിഗ്രി ഇങ്ങനെയാണ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ രണ്ട് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി ഡിയും എ സി ഡിയും രണ്ടും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ് അല്ലേ? അതായത് ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് എ സി ഡി. ഇനി നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ബി സി അറിയാം, എ ബി അറിയാം, എ സി അറിയാം. ഏതാണ് അറിഞ്ഞൂടാത്തത്? എ ഡി ആണ്. അപ്പൊ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ വി ഹാവ് ടു ഫൈൻഡ് എ ഡി. എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞു ഈ പെർപെൻഡിക്കുലർ എന്താണ്? ബി സി യെ ബൈസെക്ട് ചെയ്യും. സച്ചാൽ ബി ഡി ഈക്വൽ ടു ഡി സി ആണെന്ന് പറഞ്ഞു അല്ലെ? എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. ഈ ഒരു സിമ്പിൾ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ എന്നാണ് പറയുന്നതാണ്. സിമ്പിൾ ആണ് ഈ ഒരു സിമ്പിൾ. അപ്പൊ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. സച്ചാൽ ബി ഡി ഈക്വൽ ടു ഡി സി ആണ്. അപ്പൊ ബി സി എത്രയാണെന്ന് നമുക്കറിയാം. ബി സി 2a ആണ്. ബി ഡി ഈക്വൽ ടു ഡി സി ആകുമ്പോൾ ഈ 2a എങ്ങനെ മാറും? ഇവിടെ അതായത് ബി ഡി ഈക്വൽ ടു എ, ഡി സി ഈക്വൽ ടു എ. അപ്പോഴേ ഡി സി മൊത്തത്തിൽ എന്താവുള്ളൂ? 2a ആവുള്ളൂ. മനസ്സിലായി കാണുമല്ലോ? അപ്പൊ വി ഹാവ് ടു ഫൈൻഡ് എ ഡി. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുത്ത് എ ഡി പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ട്രയാങ്കിൾ എ സി ഡി എടുക്കാം. ഓക്കെ, ട്രയാങ്കിൾ എ സി ഡി. അതേതാണ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ. ഓക്കെ, എ സി ഡി. ഇവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്ന? പൈതഗോറസ് തിയറം. ഓക്കെ, by Pythagoras theorem AC square equal to DC square plus AD square. AC square equal to എന്താണ്? DC square plus AD square. അങ്ങനെയാണെങ്കിൽ ഇവിടെ AD square എനിക്ക് എന്തെന്ന് എഴുതാം? AD square equal to AC square minus DC square എഴുതാം. അതായത് ഈ ഈക്വൽ ടു പകരം AD സ്ക്വയർ മാത്രമാകുന്നു. AD സ്ക്വയർ ഈക്വൽ ടു, അപ്പൊ ഇവിടെ AD സ്ക്വയർ മാത്രമാകുമ്പോൾ എന്താണ്? ഈ DC സ്ക്വയർ ഇപ്പുറത്ത് വരും അല്ലെ? AD സ്ക്വയർ മാത്രമാക്കുന്നു ഈക്വൽ ടു. അപ്പൊ DC സ്ക്വയർ എന്താണ്? ഇനി ഇപ്പുറത്ത് വരണം. അപ്പോഴെന്താ? ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന DC സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോ എന്ത് ചെയ്യും? മൈനസ് ചെയ്യാനാവും. AC സ്ക്വയർ മൈനസ് DC സ്ക്വയർ ആവും അല്ലെ? AC സ്ക്വയർ മൈനസ് DC സ്ക്വയർ ആവും. കണ്ടോ? which is equal to നമുക്ക് AC എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 2a ആണ്. 2a സ്ക്വയർ 2a യുടെ സ്ക്വയർ മൈനസ് DC എത്രയാണ്? a ആണ്. a യുടെ സ്ക്വയർ which is equal to 2a യുടെ സ്ക്വയർ എത്ര വരും? 2 ന്റെ സ്ക്വയറും a യുടെ സ്ക്വയറും 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ which is equal to 4a സ്ക്വയർ എത്രയാകുമ്പോൾ 3a സ്ക്വയർ. 3a സ്ക്വയർ. കണ്ടോ? ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞങ്ങളെ ഇവിടുത്തെ ഡോഗാണ് വെള്ളം വെക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പൊ AD സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് DC സ്ക്വയർ. AC സ്ക്വയർ. അപ്പൊ AC എന്താ നമുക്കറിയാം? 2a ആണെന്ന് അറിയാം. അപ്പൊ 2a യുടെ സ്ക്വയർ മൈനസ് DC എന്ന് പറഞ്ഞാൽ a ആണ്. a സ്ക്വയർ. 2a യുടെ സ്ക്വയർ എത്രയാണ്? 2 ന്റെ സ്ക്വയറും a യുടെ സ്ക്വയർ 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പം 4a സ്ക്വയറിൽ നിന്ന് ഒരു a സ്ക്വയർ എത്രയാണ്? 3a സ്ക്വയർ. കണ്ടോ? അപ്പൊ AD സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 3a square കിട്ടി. Therefore AD equal to എന്തായാലും root of 3a square അല്ലേ? root of 3a square. അപ്പൊ ഈ a square റൂട്ടിന്റെ വെളിയിൽ എടുക്കുമ്പോൾ എത്ര ആവും? √3a എന്നാണ് അല്ലേ? √3a എന്നാണ്. അപ്പൊ നമുക്ക് AD എത്രയെന്ന് കിട്ടി? √3a എന്ന് കിട്ടി. മനസ്സിലായോ? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇതില് ഒരു ട്രയാങ്കിൾ മാത്രം എടുത്താണ് പ്രൂവ് ചെയ്തത്. ട്രയാങ്കിൾ എ സി ഡി എടുത്താണ് ഞാൻ പ്രൂവ് ചെയ്തത്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ തിരിച്ച് എ ബി ഡി എടുത്ത് ചെയ്ത് നോക്കൂ. അപ്പോഴും ഇതേ സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം.
റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ മനസ്സിലായോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ എവിടെ വന്നു? സ്കെയിലി റൈറ്റ് ട്രയാങ്കിൾ എത്തി. മനസ്സിലായല്ലേ? അപ്പൊ എന്താണ് എന്റെ ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് തമ്മിലുള്ള അംശബന്ധം അല്ലെ? ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായിരിക്കും? നോക്കൂ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ. A is to 60 degree opposite √3a is to 90 degree opposite കിടക്കുന്നത് 2a. ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ മൊത്തത്തിൽ ഒരു a കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എങ്ങനെ ആകും? ഇത് is equal to 1 is to √3 is to 2. കണ്ടോ? അപ്പൊ എന്താണ്? ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്തിന്റെ അംശബന്ധമാണ് 1 is to √3 is to 2. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെയും ഈ പറഞ്ഞ സ്കെയിലിംഗ് റൈറ്റ് ട്രയാങ്കിളിന്റെയും ഈ രണ്ട് ഫിഗേഴ്സും വരച്ച് ചെയ്ത് നോക്കണം, നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.